എന്റെ മരണവാർത്ത എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. നടി ദേവി ചന്ദന. ഈ വർഷം യാത്രകൾ ക്ഷേത്രങ്ങളിലേക്ക്, മരിക്കാതിരിക്കാൻ പ്രാർത്ഥന. നവമാധ്യമങ്ങൾ കൊന്നുതള്ളിയ ഹാസ്യനടി ദേവി ചന്ദന പുതിയ വർഷത്തെ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഇത്തവണ എന്റെ പുതുവർഷം മൂകാംബിക അമ്പലത്തിലായിരുന്നു. കിഷോറേട്ടന് പതിവ് പോലെ പ്രോഗ്രാമായിരുന്നു. എന്റേത് ഒരു തീർത്ഥാടനമായിരുന്നു. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി. നോ പറയേണ്ടിടത്ത് നോ പറയണമെന്ന് കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നു. അത് ഏറെക്കുറെ പ്രാവർത്തികമാക്കാനും എനിക്ക് കഴിഞ്ഞു. കിഷോർ പിന്നെ പരിപാടികൾക്ക് ആളുകൾ വിളിച്ചാൽ പോലും നോ പറയുന്ന ആളാണ്. സെൽഫ് കെയർ ചെയ്യുമെന്ന് ഞാൻ കഴിഞ്ഞ വർഷം തീരുമാനിച്ചിരുന്നു. പക്ഷെ ഒന്നും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ വർഷാവസാനമായപ്പോൾ ആശുപത്രിയിൽ കയറേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ആരോഗ്യവും ഭക്ഷണവും ഫിറ്റ്നസും ശ്രദ്ധിച്ചു തുടങ്ങി. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറയ്ക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇപ്പോഴും തുടരുന്നു. ആദ്യം വാർത്തകൾ അറിയുന്നത് കിഷോറാണ്. അതുവഴിയാണ് ഞാനും അറിയുന്നത്. പത്രം വരുത്താത്തതുകൊണ്ട് വാർത്ത അറിയാനുള്ള ഏക ആശ്രയം ഫോണാണ്. ന്യൂസ് ചാനലുകളെ വിശ്വസിക്കാൻ പറ്റാത്ത കാലം കൂടിയാണ്. അതും പറയണമല്ലോ. ഞാൻ മരിച്ചുവെന്ന അടുത്തിടെ ഒരു ചാനലിൽ വാർത്ത വന്നു. പക്ഷെ ആ സമയത്ത് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അത് കണ്ട് കിഷോർ എന്നെ ഫോൺ വിളിച്ചു ചോദിച്ചു, താൻ മരിച്ചോടോ എന്ന്. ചോദ്യം കേട്ട് ഇല്ല, ഞാൻ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് തന്നെ പറയേണ്ടി വന്നെന്നും ദേവി ചന്ദന പറയുന്നു. ഇത് എല്ലാം കൊണ്ടും നല്ല വർഷമാകട്ടെ. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.